എല്ലാവർക്കും സ്വാഗതം. അലീന മനുവിനോട് ഓരോ വിഷമങ്ങൾ പറയുന്ന സമയത്ത് മനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരണോ എന്ന് നോക്കിയേ. അപ്പോൾ അലീന ചോദിക്കും, മനുവേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണെന്ന് മനു പറയുമ്പോൾ, എങ്ങോട്ട് എന്നാണ് കേട്ടോ അലീന ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലോട്ട് എന്ന് മനു പറയും. അതിനിപ്പോൾ ഒരു സാരിയും അതുപോലെ തന്നെ ഒരു താലിച്ചരടും മിന്നും പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ മനുവേട്ട എന്നിങ്ങനെ വിളിക്കും കേട്ടോ. ഓ, സമയമായിട്ടില്ല എന്നാണോ? എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ചിരിച്ചുകൊണ്ട് മനു. പിന്നീട് അലീന പറയുകയാണ്, മനുവേട്ടൻ കടപ്പാട്ടൂർ വരെ ഒന്ന് പോകണം കേട്ടോ. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവില്ല. മനുവേട്ടൻ ചെന്ന് എല്ലാവരോടും സംസാരിച്ച് അവരെ ഒന്ന് റീചാർജ് ചെയ്തെടുത്താൽ മതി എന്ന് പറയേ. അപ്പം മനു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനൊരു ചാർജറാണല്ലേ എന്ന്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ അവിടെ പോയി വന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ, വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യും കേട്ടോ. പിന്നീട് ബബിതയും കൃഷ്ണമോളും സംസാരിക്കുകയാണ് സിറ്റ് ഔട്ടിലിരുന്ന്. ബബിത കൃഷ്ണമോളോട് പറയുകയാണ്, ഇന്ന് പുതിയ ഫോട്ടോയൊന്നും വന്നില്ലല്ലോ എന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അപ്പോൾ ബബിതേച്ചിക്കും ഫോട്ടോ ഒന്നും വന്നില്ല അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് ഫോട്ടോ വരാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേർക്കും വന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് സന്തോഷമായി എന്ന് പറയേ. അപ്പോൾ ബബിത പറയുകയാണ്, അല്ലെങ്കിലും അലീന ചേച്ചി ആദ്യം എനിക്കാണ് ഫോട്ടോ അയക്കുകയെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയും, ഓ പിന്നെ നോക്കിയിരുന്നോ ചേച്ചി, ആദ്യം എനിക്കാണെന്ന് അയക്കും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ബബിത കൃഷ്ണമോളോട് പറയും, ദേ അമ്മ എന്ന് പറയും കേട്ടോ. എന്നിട്ട് വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, രാവിലെ തന്നെ ഈ ലൂസ് ടോക്കും ആയിട്ടാണോ ഇരിക്കുന്നത് നോക്കിയേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബബിതയാണെങ്കിൽ ഒന്ന് വഴക്കിന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് പറയും, ബബിതേച്ചി വേണ്ട, വഴക്ക് വേണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ, എക്സാം അല്ലേ വരാൻ പോകുന്നത്, എന്താ ഇവിടെ വെറുതെ സംസാരിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത തിരിച്ച് വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ വെറുതെ സംസാരിക്കുകയാണെന്ന് അമ്മേനോട് ആരാ പറഞ്ഞത്? ഞങ്ങൾ പഠിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ ഒന്ന് ബ്രേക്ക് എടുത്തതാണെന്ന് പറയട്ടെ. അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്നത് റെസ്റ്റ് എടുക്കാനല്ലേ, അല്ലാതെ സംസാരിച്ചിരിക്കാനല്ലല്ലോ. ഓരോരോ കാരണങ്ങൾ കണ്ടെത്താണ്, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കാൻ നോക്കുക എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് പറയും, ഞങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ പോയിക്കോളാന്ന് പറയട്ടെ. അപ്പോൾ ചായ കാപ്പി വല്ലതും വേണമെന്ന് നോക്കുമ്പോൾ ബബിതയും പറയും, അതുപോലെ തന്നെ കൃഷ്ണമോളും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി അങ്ങ് കയറിപ്പോവും. പിന്നീട് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മനു വന്ന് വണ്ടി നിർത്തുമ്പോൾ തന്നെ രണ്ടുപേരും ബബിതയും കൃഷ്ണമോളും മനുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുക. എന്നിട്ട് ബബിത മനുവിനോട് പറയുകയാണ്, ഞാൻ വിചാരിച്ചതിന് മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ്, അലീന ചേച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്ന്. അപ്പോൾ മനു ഇങ്ങനെ കളിയാക്കി കണ്ട് ഇങ്ങനെ പറയും, കൃഷ്ണമോൾ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് വന്നതാണ് എന്നിട്ട്. അപ്പം ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അങ്കിളും രോഹിതൊക്കെ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോള് പറയും, അവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറയും കേട്ടോ. പിന്നീട് ചോദിക്കും, ആൻറ്റി അങ്കിളും തമ്മിൽ സംസാരമൊക്കെ നടക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ അങ്ങനെ അച്ഛൻ്റെ വായേന്ന് ഓരോന്ന് കിള്ളി കോലിട്ട് കുത്തിയെടുക്കും, അതിൻ്റെ ഒരു ക്ഷീണം ഒരാഴ്ചത്തേക്ക് കാണും, അങ്ങനെയൊക്കെയാണെന്ന് പറയേ. അത് ഇവിടെ പതിവുള്ളതാണല്ലോ എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം വന്ന് കയറുമ്പോൾ തന്നെ എന്നെ വീട്ടിൽ കയറ്റുമെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവരോട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് ഓക്കെ ആണ് എന്ന്. അപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല എന്നൊക്കെ ഇങ്ങനെ ബബിതയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അകത്തേക്ക് ചെല്ലുക, അവിടെ ചായയും ചിപ്സൊക്കെ കാണുമെന്ന് പറയും. എന്നിട്ട് മനു അകത്തേക്ക് ഞാൻ കയറും കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും മനുവിനെ കാണുമ്പോൾ തന്നെ, ഓ നീ ഇങ്ങോട്ടേക്ക് വന്നോ, ഇനി ഞാൻ നീ ഇങ്ങോട്ട് വരില്ല എന്നാണ് വിചാരിച്ചത്, അലീന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നിങ്ങനെ വൈജയന്തി കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ മനു പറയുകയാണ്, ആൻറ്റി ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണം കേട്ടോ, നാവിൻ്റെ ചൊറിച്ചിൽ മാറ്റാനുള്ള മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നീ എന്താ എന്നെ കളിയാക്കുകയാണോ എൻ്റെ വീട്ടിൽ കയറി വന്നേ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ, അതിന് ഇത് ഇങ്ങനെ അങ്കിളിൻ്റെ വീടല്ലേ, അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ്റെ വീടാണ് എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ വൈജയന്തി പറയാണ്, ബാലചന്ദ്രമേനോൻ്റെ വീടാണെങ്കിൽ ബാലചന്ദ്രമേനോൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അതിൽ അവകാശമുണ്ട്, അവരുടെയും കൂടെ വീടാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞ അങ്കിള് ആൻറ്റീനെ ഒഴിവാക്കിയിട്ട് മാസങ്ങളായി, ആൻറ്റിക്ക് തോന്നുമ്പോൾ ആൻറ്റി ഇവിടുന്ന് ഇറങ്ങിപ്പോവും, അതുപോലെ തന്നെ തിരിച്ചു വരും, പക്ഷേ അതൊന്നും അങ്കിളിന് അങ്ങനെ ആൻറ്റീനെ കൊണ്ട് വല്ല ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, എന്നിട്ട് വൈജയന്തിനോട് മനു ചോദിക്കുന്നുണ്ടായിരുന്നു, ആൻറ്റി എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അങ്കിൾ എന്തിനാണ് ഇങ്ങനെ ആൻറ്റീനെ അകറ്റി നിർത്തുന്നത് എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, അതിനുള്ള സാമാന്യ ബുദ്ധി പോലും ആൻറ്റിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാം, അലീനനെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, അപ്പോൾ അതുകൊണ്ടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അങ്കിളിൻ്റെ കാര്യം പോട്ടെ, അപ്പോൾ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഗംഗാധരൻ അങ്കിളും മുത്തശ്ശിയും ഒക്കെ ആൻറ്റീൻ്റെ വാക്കിനെ എതിർക്കുന്നുണ്ടല്ലോ, സ്വന്തം മക്കൾ പോലും ആൻറ്റീനെ ഇങ്ങനെ ധിക്കരിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലേ
ആൻറ്റിക്ക് ഇങ്ങനെ എല്ലാം അറിയാം അങ്ങനെ എന്നിട്ട് പൊട്ടൻ കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോട് വൈജയന്തി പറയുകയാണ്, നീ നല്ല ബുദ്ധിയുള്ള ആളല്ലേ, അതുകൊണ്ട് നിനക്കറിയാവുന്നത് നീ പറയേ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ഇങ്ങനെ ആൻറ്റിയുടെ പാസ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് എൻ്റെ പാസ്റ്റിന് എന്താ കുഴപ്പമെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ആൻറ്റിക്ക് എല്ലാം അറിയാം എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ പൊട്ടൻ കളിക്കുകയാണ് എന്ന് പറയുക. ആൻറ്റി ഒരു കാലത്ത് ചിത്രശലഭത്തിനെ പോലെ പാറി നടന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ പരിശുദ്ധയായ ഭാര്യയായി ഇങ്ങനെ രാജാവിനെ പോലെ ഭർത്താവിനെ നോക്കി പരിചരിച്ച് ജീവിക്കുകയാണ് ശുഭം എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ മനുവിനോട് ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ അത് പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് ഇങ്ങനെ ഇപ്പോഴും അലീന ഇവിടുന്ന് പോയി, ആൻറ്റിയുടെ മനസ്സിൽ നിന്ന് എന്തായാലും നാവുന്നു അലീന പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെയൊന്നും പോകത്തില്ല, അവളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം ചവിട്ടി തേച്ചിട്ട് പോയവളാണ് അവൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആൻറ്റി മറക്കരുത്, ആൻറ്റിക്ക് ഇങ്ങനെ അലീനേനെ ഇനിയും ആവശ്യം വരും എന്ന് പറയുമ്പോൾ എനിക്ക് അവളെ കൊണ്ട് എന്താവശ്യമെന്നാണ് കേട്ടോ വൈജയന്തി ചോദിക്കുന്നത്. അതൊക്കെ ആവശ്യം വരുമെന്നേ, ആൻറ്റിക്ക് അങ്ങനെ അലീനേനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല, അലീന ഇപ്പോൾ ഇവിടുന്ന് പോയെങ്കിലും അവൾക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്താ മനു നീ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് പറയുമെന്ന് പറയുമ്പോൾ ആൻറ്റിക്ക് കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും, അതുവരെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് മനു ആണെങ്കിലും ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ഈ മനു പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. മനു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു സംശയം ആർക്കായാലും വരുമല്ലോ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ. പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുകയാണ് മനു. ബാലചന്ദ്രനാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആദ്യം ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും, എന്നിട്ട് മനുവിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്കൊന്ന് വർക്കില്ലേടാന്ന്. അപ്പോൾ മനു പറയും എനിക്ക് നൈറ്റ് ആണെന്ന്. അപ്പോൾ രാത്രി മുഴുവൻ ലാപ്ടോപ്പിലായിരിക്കുമല്ലേ എന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് മനു പറയുകയാണ് ഞാനിങ്ങനെ അങ്കിളിൻ്റെ സുഖം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആൻറ്റിയുടെ ക്ഷേമം അന്വേഷിച്ച് വന്നതല്ല എന്ന് ചുരുക്കം അല്ലേ, നിങ്ങൾ എത്രയായാലും ഒരു കുടുംബക്കാരല്ലേ, ഞാനല്ലേ അന്യൻ എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ഇങ്ങനെയാണോ അങ്ങനെ അങ്കിള് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ആൻറ്റീനോട് അടിയല്ലാത്ത എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാതിരിക്കണം എന്നൊന്നും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലടാ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയൂ കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ടായിരുന്നു അലീന എന്നെ വിളിക്കാറില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വിളിക്കാറുണ്ട് എന്ന് പറയും. അപ്പോൾ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അലീന വിളിച്ച് കുറേ ആശ്വാസവാക്കുകളൊക്കെ പറയും. അപ്പോൾ അവൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ എല്ലാം ശരിയാവുമെന്ന്, പക്ഷേ എവിടെ ശരിയാവാനാ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് അവൾക്ക് ഇങ്ങനെ നല്ല ആത്മവിശ്വാസമുണ്ട്, ഇവിടെ തെറ്റിപ്പോയതെല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത്. അവൾ സംസാരിക്കുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ഇവിടെ വന്ന് ആൻറ്റീനോട് സംസാരിക്കുമ്പോൾ അതെല്ലാം പോവും, ആൻറ്റിയുടെ വായിന്ന് ഒരു പോസിറ്റീവ് കാര്യം പോലും വരാറില്ല എന്നൊക്കെ ഇങ്ങനെ മനു പറയുകയാണ്. പിന്നീട് രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജീവിതം മടുത്തുവിടാ, ഒരാഗ്രഹവും ഇല്ല, പിന്നെ എന്തിനാ ജീവിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ബാലേന്ദ്രൻ അത് പറയുന്ന സമയത്ത് മനുവിന് വിഷമാവുന്നുണ്ട്, അങ്കിൾ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ, ഇങ്ങനെ അലീന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഒറ്റയ്ക്കാണെന്ന് തോന്നരുത്, മനുവേട്ടൻ പോയിട്ട് അച്ഛനെ കാണണം സംസാരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ പിന്നീട് ബാലേന്ദ്രൻ പറയുകയാണ് എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയട്ടെ. അപ്പോൾ എങ്ങോട്ടാണ് അങ്കിൾ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകാൻ പാടില്ലാത്തത്, എവിടേക്കും പോവാം, പക്ഷേ തിരിച്ചു വരാത്ത അത്രയും ദൂരത്തേക്കാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രന് ജീവിതം മടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കളെ ഇങ്ങനെ ഒരു ഇതിലെത്തിക്കണ്ടേ, മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ ഈ അച്ഛനെന്ന് പറയുന്നത് ഇങ്ങനെ കല്ലിന്നും അതിൽ നിന്നൊന്നും കുത്തിയെടുത്ത സാധനമൊന്നുമല്ല, അവർ മനുഷ്യർ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്, അച്ഛൻ്റെ മനസ്സും ഒരുക്കമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എവിടേക്കെങ്കിലും തിരിച്ചു വരാത്തടത്തേക്ക് പോകും എന്നൊക്കെ പറയുമ്പോൾ മനുവിന് ആകെ വിഷമാവുന്നുണ്ട്. ഇങ്ങനെ അങ്കിൾ ഇങ്ങനെയൊന്നും പറയല്ലേ, ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട, ഞാൻ അങ്കിളിനോട് സംസാരിക്കാം, സന്തോഷത്തോടെ സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അലീനയ്ക്കൊരു പപ്പേനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ അച്ഛനെ ഇങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല, പപ്പയുടെ മുകളിലാണ് ഇങ്ങനെ അച്ഛന് തന്നിരിക്കുന്ന സ്ഥാനം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്, അങ്കിളിന് തന്നിരിക്കുന്ന സ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട, ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്, നീ ഇങ്ങനെ എൻ്റെ കൂടെ വരുന്നോ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ മനു പറയും ഞാൻ എന്തിനാ ഇവിടെ നിന്നിട്ട്, ഞാനും വരാമെന്ന് പറയും. എന്നാൽ വാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടുന്ന് പോകും കേട്ടോ. പിന്നീട് സ്റ്റാൻലിനെയാണ് കാണിക്കുന്നത്.
എന്നിട്ട് സ്റ്റാലിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വീട് വരെ ഒന്ന് പോയേച്ച് വരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ പെട്ടെന്നൊരു തീരുമാനം എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുന്ന സമയത്ത് ഞാൻ അന്ന് തന്നെ വന്നിട്ട് പെട്ടെന്ന് തിരിച്ച് പോകാൻ വന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇത്രയും ദിവസമായില്ലേ, ഇനി ഞാനൊന്ന് പോയിട്ട് വരാം എന്നിങ്ങനെ പറയുമ്പോൾ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോൾ, ഏയ് അതൊന്നല്ല ഡോവേ, റാണിമോള് 2-3 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇനി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എന്നെ കണ്ടില്ലെങ്കിൽ ശരിയാവത്തില്ല, അവളിങ്ങനെ ഇടയ്ക്കൊന്ന് വയലൻ്റായി എന്ന് ആൻസി വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രമല്ല, റോബിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവിടെ ചെന്ന് അവരോടൊക്കെ കണ്ട് സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, എന്നാൽ പിന്നെ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ, ഈ അങ്ങനെയല്ലടാ ഉദ്ദേശിച്ചത്, അപ്പോൾ ഫോണിലൂടെ പറഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല, അതുകൊണ്ട് നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആർക്ക് എന്താണെന്ന് അറിയണ്ടേന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ പറയേ, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അപ്പച്ചൻ പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, ഫോണിലൂടെ സംസാരിച്ച് ശരിയാവത്തില്ല, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ, പെട്ടെന്ന് വരുമോ അതോ പോയ പോലെ അങ്ങ് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. അപ്പോൾ അപ്പച്ചൻ പറയും, അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് എന്ന്. അല്ല, സാധാരണ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 2-3 മാസം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ അപ്പച്ചൻ പറയുകയാണ്, പിന്നെ ഞാൻ അങ്ങനെ പോയാൽ മതിയോ, എനിക്ക് ഇങ്ങോട്ട് വരണ്ടേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ വരും എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണല്ലോ, സിംഹത്തിൻ്റെ അടുത്ത് ആട്ടിൻകുട്ടീനെ വിട്ടിട്ടാണല്ലോ പോകുന്നതെന്ന്, അപ്പോൾ നീ ഇങ്ങനെ ആരെയും ഉദ്ദേശിച്ചത്, അലീനേനെയാണോ ആട്ടിൻകുട്ടി എന്ന് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവൾ ഇന്നലെ പുലിയെപ്പോലെ ഇങ്ങനെ പൗലോസിൻ്റെ അടുത്ത് ചീറിയത് നീയും കണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ സ്റ്റാൻലി അപ്പച്ചനോട് പറയുകയാണ്, അപ്പച്ചൻ പോകുന്നതിന് മുന്നേ അലീനേനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോകണം കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എനിക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളാനല്ലേ അപ്പച്ചൻ അവളോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നുമല്ല, നോക്കിയും കണ്ടൊക്കെ നിൽക്കണം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇവിടുത്തെ ഡിസിപ്ലിൻ തെറ്റിക്കരുതെന്നും അതുപോലെ തന്നെ എന്നെ ആർഗ്യൂ ചെയ്യാൻ വരരുതെന്നും അവളോട് പറഞ്ഞേക്കണം, അനുസരണ ഇല്ലാത്ത മകൾ ഇങ്ങനെ എനിക്ക് തലവേദനയാവുമെന്നും കൂടെ പറഞ്ഞേക്കണം എന്ന് പറയുമ്പോൾ, അതൊന്നും ശരിയാവത്തില്ല, നിന്നെപ്പോലെ ഇങ്ങനെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായി വന്നതല്ലല്ലോ അവൾ ഒരു അനാഥാലയത്തിൽ ജീവിച്ച് വന്നതല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അങ്ങനെ അലീന തന്നെ അതിങ്ങനെ ഈ അനാഥാലയം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയും, ഇനി അപ്പച്ചനും കൂടെ അത് റിപ്പീറ്റ് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നതാണോ കുറ്റം, അവൾ അവിടെ നിന്ന് തന്നെ അല്ലേടാ വന്നത്, അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ ഇതിനങ്ങ് പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി അതങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാനിപ്പോൾ പോയിട്ട് വരാം, പോയി വന്നിട്ട് ബാക്കി പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി പറയുകയാണ്, പോകുമ്പോൾ ഇങ്ങനെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണമെങ്കിൽ അലമാരയിൽ നിന്ന് ക്യാഷ് എടുത്തോ എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, പിന്നെ എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ നിൻ്റെ ഔദാര്യം കിട്ടിയിട്ട് വേണ്ടേ, ഞാനിപ്പോഴും കൊട്ടാരമറ്റത്തിൽ ഔദക്കുട്ടിച്ചായൻ തന്നെയാണ്, കാശിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല, ഇങ്ങനെ ശരീരം കുറച്ച് മെലിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, നിനക്ക് കാശ് വേണമെങ്കിൽ എന്നോട് ചോദിക്കുക, നിനക്ക് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലാന്ന്, പിന്നെ അഹങ്കാരം എങ്ങനെ കുറയ്ക്കാൻ പറ്റും, നിൻ്റെ അല്ലേടാ അപ്പൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പച്ചൻ പോവാൻ നോക്കുമെന്ന് അറിയും. പിന്നീട് വല്യപ്പച്ചനെ കൈയൊക്കെ പിടിച്ച് കാറിൻ്റെ അവിടെ കൊണ്ടുവന്നാക്കുന്നുണ്ട് കേട്ടോ അലീന. എന്നിട്ട് വല്യപ്പച്ചനാണെങ്കിലും അലീനയോട്, ഞാൻ പോയിട്ട് വരട്ടെ മോളെ എന്നിങ്ങനെ പറയും. അപ്പോൾ അലീന പറയുകയാണ്, വന്നിട്ട് അന്ന് തന്നെ പോകാൻ വന്ന കക്ഷിയാണ്, ഇപ്പോൾ എത്ര ദിവസമായി എന്ന് പറയും. ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്നിങ്ങനെ വല്യപ്പച്ചൻ പറയുമ്പോൾ, എന്നാൽ പിന്നെ എന്നാത്തിനാ പോകുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെല്ലുന്നതും കാത്തിരിക്കുന്നുണ്ട് ചിലവന്മാർ, അവിടെ വേറെ ആരുമല്ല, എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ തന്നെയാണ്, എന്തിനാണെന്നറിയോ, നിൻ്റെ വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ലാലിച്ചനോട് ചോദിക്കാൻ പേടിയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ചൻ അവിടെ ചെന്നിട്ട് എന്താ പറയാൻ പോകുന്നതെന്ന്. അതെന്താ പറയാൻ പോകുന്നതെന്നോ, അങ്ങനെ ലാലിച്ചൻ കൂട്ടിക്കൊണ്ട് വന്ന പെണ്ണ് ഒരു മലങ്കര യക്ഷിയാണ്, അവളെ കാണുമ്പോൾ തന്നെ ലാലിച്ചൻ്റെ മുട്ടുകാല് വിറയ്ക്കും, അവളെല്ലാം നശിപ്പിക്കാൻ വന്നതാണ്, ഇത്രയും പറഞ്ഞാൽ പോരേന്ന് ചോദിക്കുമ്പോൾ അത്രയും മതി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മോൾക്ക് ആരും ഇങ്ങോട്ട് വരാതിരുന്നാൽ പോരേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അലീന പറയും, എൻ്റെ പേടി വല്യപ്പച്ചനും ഇനി ഇങ്ങോട്ട് വരാതിരിക്കുമോ എന്നാണെന്ന് പറയുമ്പോൾ, ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, എനിക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരാം, ഈ പുനലൂർ എന്ന് പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല, പക്ഷേ പോയിട്ട് വേറെ ചില ഏർപ്പാടുകളുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, അടുത്ത തവണ നമ്മൾ ഒരുമിച്ചായിരിക്കും തറവാട്ടിലേക്ക് പോകുന്നത്, നിനക്ക് നിൻ്റെ അപ്പൻ്റെ തറവാടൊക്കെ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കും വല്യപ്പച്ചൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആദ്യം ഞാൻ ഇവിടെ ഒന്ന് കാലുറപ്പിക്കട്ടെ എന്ന്, വല്യപ്പച്ചൻ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവുമെന്ന് അറിയാലോ, ഞാനും കേണലും തമ്മിൽ പിണക്കത്തിലല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, നീ ഇനിയിപ്പോൾ അവനോടും അതുപോലെ തന്നെ ഇങ്ങനെ അടുക്കളയിലൊന്നും കയറാൻ നിൽക്കണ്ടോ, ഗുസ്തി പിടിക്കാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയൂ കേട്ടോ.
അപ്പോൾ അലീന പറയാണ് എന്തായാലും ഞാൻ സമരം ചെയ്യുന്നു. അപ്പം നീ ഒറ്റയ്ക്ക് ഇവിടെ എന്നാ സമരം ചെയ്യാനാ? നീ മുറ്റത്ത് കൊടി ഇങ്ങനെ പിടിച്ചിട്ട് ലാലിച്ചിനെതിരെ മുദ്രാവാക്യം വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും ഞാനൊരു വേറൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ എന്തായാലും ഇപ്പോൾ പോയിട്ട് വാ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വല്യപ്പച്ചനാണെങ്കിലും പോകാൻ കാറിലേക്ക് കയറിയിട്ടും ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് അങ്ങനെ വല്യപ്പച്ചനാണെങ്കിലും കാറിൽ കയറിയ ശേഷം അലീനയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര വിഷമമാണ് പോകാൻ. എന്തായാലും വല്യപ്പച്ചൻ കാറെടുത്ത് അങ്ങ് പോവും. പിന്നീട് അലീന ബാലേന്ദ്രനെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വല്യപ്പച്ചന് അലീനയോട് ഭയങ്കര സ്നേഹമാണെന്നും അതുപോലെ തന്നെ കേണലിൻ്റെ കൂടെയുള്ള കുടിയൊക്കെ നിർത്തിയെന്ന്. പക്ഷേ വല്യപ്പച്ചൻ പറഞ്ഞാലൊന്നും കേണൽ കേൾക്കത്തില്ല എന്ന് പറയുമ്പോൾ കേണലിൻ്റെ ശ്വാസകോശം കരളും ഇപ്പോൾ പിടിച്ചാൽ കിട്ടും, പിന്നെ കിട്ടത്തില്ല, നിന്നെക്കൊണ്ട് അത് പറ്റുമടി എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയുകയാണ് കേട്ടോ. കേണലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ എല്ലാവരും കൂടെ അവിടുന്ന് തൂക്കിയെടുത്ത് എറിയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് വല്യപ്പച്ചനോട് പറഞ്ഞ പോലെ തന്നെ അലീന ഇങ്ങനെ പപ്പേനോട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.